കാസർഗോഡ് നഗരത്തിൽ നിന്നും പട്ടാപ്പകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനിലുള്ള സ്കോർപിയോ കാറിൽ 4 അംഗ സംഘം ചേർന്നാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം. റോഷി ജ്വല്ലറി, ബാങ്ക് റോഡ്, അൻകോട്ട് റോഡ്, കാസർഗോഡ്. കാസർഗോഡ് നഗരത്തിലെ ഹോട്ടൽ പരിസരത്ത് നിന്നുമാണ് പട്ടാപ്പകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ കറന്തക്കാട്ടെ ഉടുപ്പി ഹോട്ടലിന് മുന്നിലാണ് നാടിനെ തന്നെ ഞെട്ടിച്ച സംഭവമുണ്ടായത്. ആന്ധ്ര രജിസ്ട്രേഷനിലുള്ള AP40 EU 1277 നമ്പർ സ്കോർപിയോ വാഹനത്തിലാണ് യുവാവിനെ പിടിച്ചുകൊണ്ടുപോയതെന്നാണ് ദൃക്സാക്ഷികൾ പോലീസിനെ അറിയിച്ചത്. ആരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഹോട്ടൽ പരിസരത്ത് നടന്ന അസ്വാഭാവികമായ ഈ സംഭവം കണ്ട ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. മാസ്ക് ധരിച്ച് ഹോട്ടൽ പരിസരത്ത് നിന്നിരുന്ന യുവാവിനരികിലേക്ക് പെട്ടെന്ന് ഒരു സംഘം എത്തുകയും ഇയാളെ ബലം പ്രയോഗിച്ച് സ്കോർപിയോ വാഹനത്തിൽ കൊണ്ടുപോകുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. നമ്മളിപ്പോൾ പാർക്കിലെ ഡ്യൂട്ടിയാണ്. ആ പാർക്കിൽ നമ്മുടെ കോർണറിൽ ഒരു പയ്യൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റിലുള്ള പാർക്കിങ്ങിൽ, മുനിസിപ്പാലിറ്റി പാർക്കിങ്ങിൽ ഒരു ആന്ധ്രാപ്രദേശിലെ വണ്ടി ഉണ്ടായിരുന്നു. അവരൊരു 4 പേരും തോന്നുന്നു, എനിക്ക് 4 പേര് വന്നിട്ട് ഇവനെ ബലമായി പിടിച്ചു. അല്ല, ഇവനൊരു പ്രതികരണം ഉണ്ടായില്ല. അവരെ കൂടെ ഇറങ്ങിയിട്ട് പോയി. അവർ വണ്ടിയിൽ കയറ്റി പോയി. പക്ഷെ അവനെ പിടിക്കുമ്പോൾ അവൻ്റെ കൊടുത്ത് ഒരു പ്രതികരണം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അല്ലെങ്കിൽ ഒരാളെ പിടിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ, ഒരു പ്രതികരണം ഒന്നും ഉണ്ടായിരുന്നില്ല. സൈലൻ്റ് ആയിട്ട് അവൻ ഇറങ്ങിപ്പോയി. അവൻ മാസ്ക് ധരിച്ചിരുന്നു, കണ്ണാട വെച്ചിരുന്നു. പിന്നെ മുഖം നമുക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇല്ല, സംസാരം ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ വന്നവർ സംസാരിച്ചില്ല. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ആന്ധ്ര സ്വദേശികളാണെന്ന സംശയത്തിലാണ് പോലീസ്. യുവാവിൻ്റെ കോളറിൽ പിടിച്ച് വലിച്ചിഴച്ച് മേൽപ്പാലത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിൽ തള്ളിക്കയറ്റി കടത്തിക്കൊണ്ടുപോയതാണ് പോലീസിന് ലഭിച്ച മൊഴി. വിവരം ലഭിച്ചയുടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. സമീപ പ്രദേശങ്ങളിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കാർ തലപ്പാടി അതിർത്തി കടന്ന് കർണാടക ഭാഗത്തേക്ക് പോയതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കാസർഗോഡ് പോലീസ് കേസെടുക്കുകയും ഊർജിതമായ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.